ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു. ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കാൻ വന്നത്. വേറൊന്നുമല്ല, ഞാൻ ഒരു ടോക്ക് എടുത്തു. ചിലപ്പം തമാശയായിട്ടായിരിക്കും അവർ പറഞ്ഞത്, പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈം കേട്ടപ്പം അതെന്തോ പോലെ ഒരു പെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ വേറൊന്നുമല്ല, ഞാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ചിലവരുടെ മനോഭാവങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യായ്ക മൂലമാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നത്. അല്ലാതെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചിട്ട് ഒന്നുമല്ല. എനിക്ക് ഹസ്ബൻഡിനെയും അവിടെ ഉള്ള വീട്ടുകാരെല്ലാം അവിടെ വേണം. അവിടെ ഉള്ള അമ്മയും ഒക്കെ എല്ലാവരെയും എനിക്ക് വേണം. അവിടെ ഒന്നും ഞാൻ അവരെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. അവിടെ ഒന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടും ഇല്ല. സത്യം ഡോക്ടറെ കാണിച്ചിട്ട് സന്തോഷപരമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ മിക്കവരുടെ ഒരു ധാരണ, ചിലവരുടെ ധാരണ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും അവളിനി അവനെ ഉപേക്ഷിച്ച് പോയി, ഇങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് ആരുടെയൊക്കെ സത്യം പറയാം ഒരു സഹതാപം മാത്രമേ ഉള്ളൂ. അതുപോലെ പറയാനുള്ളത്, ദൈവം സൃഷ്ടിച്ച ബന്ധമാണ് ഞങ്ങളുണ്ട്. ദൈവത്തിനെ മാത്രമേ അത് എന്തെങ്കിലും ആ ബന്ധം കിട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഒന്നും പറയരുത്. മറ്റുള്ള ഇപ്പം നമ്മൾ അറിയുള്ളതുകൊണ്ട് നമ്മളടുത്ത് അങ്ങനെ വേറെയുള്ള കുട്ടികളെ ചുമ്മാ തമാശയ്ക്കൊക്കെ ആയിരിക്കും പറഞ്ഞത്. ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ ചിലപ്പം അവർക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി അവരെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിരിക്കും. അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ പറയരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആരെയും ഉപേക്ഷിച്ചിട്ടുമില്ല. ഇത് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ എൻ്റെ ചേട്ടായുണ്ട്. പുള്ളിക്കാരെ ന്യൂ ഇയറിന് വന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് പുള്ളിക്കാരന് പള്ളിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകേണ്ടി വന്നു. അന്നത്തെ ദിവസം തന്നെ എൻ്റെ ഇരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇവിടെ തന്നെ കുറച്ച് ദിവസം നിൽക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഈ വയ്യായ്ക മൂലമാണ് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഇരുന്നെങ്കിൽ ഞാനും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴാണ് പുള്ളിക്കാരൻ്റെ കൂടെ പോകുമായിരുന്നു സത്യം പറഞ്ഞു. അല്ലാതെ എനിക്ക് യാതൊരു ഇത് ഇല്ല. ചേട്ടായും ഞാനും അങ്ങനെ വേഗത്തിട്ട് ഞാനും ജീവിക്കുന്നതല്ല. ഞങ്ങൾ ക്രിസ്മസിന് ന്യൂ ഇയറിനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചോദിച്ചതെന്ന് മാത്രമല്ല, ചിലവരുടെ ആ ഒരു കളിയാക്കി ചോദിച്ചതായിരിക്കും. അത് എനിക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ ചിലവരുടെ മുഖഭാവങ്ങളൊക്കെ കാരണം അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അവർ മനസ്സിൽ അങ്ങനെ കരുതിയിട്ടുള്ള ഒരു നോട്ടം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഫീലിങ്ങൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും കേൾക്കാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ എന്താ ഈ ഇപ്പോഴുള്ള ജനറേഷനിലുള്ള കുട്ടികൾ എന്താ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നതെന്നൊന്നും ഒരു പിടുത്തമില്ല. നിങ്ങളവിടെ എല്ലാവരുടെയും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരെയും ദൈവമായിട്ടാണ് ഒന്നാക്കിയിട്ടുണ്ട്. അപ്പം ദൈവത്തിന് മാത്രമേ അത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ബന്ധം കഴിഞ്ഞ് പോകുന്നത് ദൈവം വിചാരിച്ചാൽ ആ ദൈവത്തിന് മാത്രമേ മുറിച്ച് മാറ്റാൻ കഴിയത്തുള്ളൂ. മനുഷ്യർ വിചാരിച്ചാൽ അത് 1-2 ദിവസങ്ങളിൽ മാത്രം അങ്ങനെയൊക്കെ കൂടിപ്പോയ ഒരാഴ്ച, അത് കഴിഞ്ഞിട്ട് ഒന്നാവും. അതുകൊണ്ട് മനുഷ്യരുടെ ഒരു ഇതൊന്നും നടക്കത്തില്ല. ദൈവത്തിൻ്റെ ആ ഇതാണെങ്കിൽ മാത്രം ഒന്നാവും. ദൈവം വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അത് വേർപിരിയുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ ആരും അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിക്കരുത്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും